ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു സിറ്റിയിൽ പോവുകയാണ്, ഓക്സ്ഫോർഡ് സിറ്റിയിൽ. ഭയങ്കര ഒത്തിരി കാണാനൊക്കെ ഒത്തിരി കാഴ്ചകളുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് കാണാം. ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള വളരെ പുരാതനമായ ഒരു ചർച്ചാണ് കേട്ടോ. ഭിത്തിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കരിങ്കല്ല് വെച്ചിട്ടാണ്. പിന്നെ ഒരു സൈഡിൽ ഒരു വലിയ ക്ലോക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു മൂടിയായിട്ടൊരു മഴക്കാറൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് വെയിൽ വരാൻ തുടങ്ങി. ഭയങ്കര അൺപ്രഡിക്റ്റഡ് ക്ലൈമറ്റ് ആണ് കേട്ടോ. നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ അടുക്കാറായി. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ബ്ലാക്ക് ബെറീസ് കണ്ടു. പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമായിരിക്കും, ചെറിയൊരു പുളി ചിലതിനുണ്ടാകും. സമ്മർ ആകുമ്പോഴത്തേക്കും ഇവിടെ ബെറീസ് ഭയങ്കര കോമൺ ആണ്. ബ്ലാക്ക് ബെറി, ക്രാൻബെറി, സ്ട്രോബെറി, അങ്ങനെ ബ്ലൂബെറീസ്, ഒത്തിരി ബെറീസ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു മുംബൈ കട എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു മദ്രാസ് കോഫി പിന്നെ ഒരു മസാല ചായ ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര വിലക്കുറവുമാണ്, അഫോർഡബിൾ റേറ്റാണ്. നമുക്ക് ട്രെയിൻ കിട്ടി. ട്രെയിനിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചകൾ ഭയങ്കര രസമാണ്. നമ്മൾ സമയം പോണത് അറിയില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാം. അപ്പം നമ്മൾ ഓക്സ്ഫോർഡ് സർക്കസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് ഇനി ചെറിയ ചെറിയ ടണൽ ട്രെയിൻസ് ഉണ്ട്, ട്യൂബ് സിസ്റ്റം എന്ന് പറയും. ഇത് അത്യാവശ്യം വലിയൊരു സിറ്റി ആയതുകൊണ്ട് ചെറിയ ചെറിയ ട്രെയിൻസ് അതിൻ്റെ മെയിൻ ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ടണൽ ട്രെയിൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അവിടെ നമ്മൾ ചെന്നതൊരു വീക്ക് ഡേ ആയിരുന്നു, പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു ആസ് യൂഷ്വൽ. ഞാൻ ഓർഡർ ചെയ്തത് ഒരു അമേരിക്കൻ ചോപ്സി കൈൻഡ് ഓഫ് നൂഡിൽസാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ കടയിൽ. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള കടയാണ്. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു റൈസ് നൂഡിൽസിൻ്റെ ഒരു ടൈപ്പ് ചിക്കൻ പീസസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നമ്മൾ ഹാപ്പിയായി. നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ സിറ്റി ഒന്ന് കാണണം. അപ്പം അത് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ അത്യാവശ്യം കുറേ കടകളിലൊക്കെ പോയി. എന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊന്നും കിട്ടി. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും നല്ല രസമായിരുന്നു. അവിടെ ഇങ്ങനെ ലണ്ടൻ റിലേറ്റഡ് കീ ചെയിൻസ്, കോഫി മഗ്സ്, ഫോട്ടോ ഫ്രെയിംസ് അതൊക്കെ നമുക്ക് വഴിയിലൂടെ കാണാൻ പറ്റും. ഞങ്ങളൊരു മൺഡേ മോർണിംഗ് ആണ് പോയത്. ഞങ്ങൾ വിചാരിച്ചു തിരക്ക് കുറവായിരിക്കുമെന്ന്, പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെ ആകമാനം തട്ടിമറിച്ചിട്ടുള്ള തിരക്കായിരുന്നു. നമ്മൾ സാറയിൽ ചെന്നു. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സൊന്നും അങ്ങനെ കിട്ടിയില്ല. പക്ഷേ കിട്ടിയ ഡ്രസ്സ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അവിടെ ഒരു കുഴി പോലെ ഇരിക്കുന്ന ഇത് കണ്ടോ, അതിലേക്ക് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും അത് സ്കാനർ ഡിറ്റക്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാർഡ് വഴി പേ ചെയ്യും. അപ്പോൾ ഒരു ഡ്രസ്സും വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഇവിടുത്തെ പേയ്മെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ കരിങ്കല്ല് കൊണ്ട് അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വഴിയിലൊക്കെ സൈക്കിൾസൊക്കെ നമുക്ക് വേണമെങ്കിൽ റെൻറ്റിനെടുത്തിട്ട് ഫോർ എ ഫിക്സഡ് ടൈം ഇത്ര പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റും. പല ടൈപ്പ് വിഗുകളും പിന്നെ സെലിബ്രിറ്റീസിൻ്റെ ഫേസ് മാസ്കുകളും ഒക്കെ സെല്ല് ചെയ്യുന്ന കടകൾ നമുക്ക് കാണാം. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് പോകുന്ന വഴിയിലുള്ള കടകൾ ചെറിയ കടയാണെങ്കിൽ പോലും നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ അവരത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ വാൾ പെയിൻറ്റിങ്സ് ഒക്കെ ആയിട്ട്. ഇതൊക്കെ കാണാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരാം. ഞാനിപ്പോൾ ഏകദേശം 3ാമത്തെ തവണയാണ് ഈ സിറ്റിയിൽ വരുന്നത്. ഓരോ തവണ വരുമ്പോഴും ഞങ്ങൾ ഓരോ സ്ട്രീറ്റ് ചൂസ് ചെയ്യും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പക്ഷേ ഇതുവരെ നമുക്ക് മടുക്കാത്ത ഒരു ആംബിയൻസ് ആണ്. ഓരോ സ്ട്രീറ്റും അതിൻ്റേതായ രീതിയിൽ ഡിഫറെൻ്റ് ആണ്. ഓരോ കാഴ്ചകളും വ്യത്യസ്തമാണ്. ഇവിടെ അടുത്താണ് കേട്ടോ ബക്കിംഗ്ഹാം പാലസും. പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കോമിക് സ്റ്റോറാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള ലൈറ്റിങ്ങും ആംബിയൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ബട്ട് എനിവേ എനിക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് അവിടെ കോമിക്സ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. ഇത് കണ്ടോ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ താഴെ അവർ ഒത്തിരി ഫ്ലവേഴ്സ് നട്ടുവെച്ചിട്ടുണ്ട്. ഇത് സമ്മറിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. എല്ലായിടത്തും എനിക്ക് തോന്നുന്നു സ്പേസ് കിട്ടുന്ന എല്ലായിടത്തും, ഷോപ്സിൻ്റെ ഫ്രണ്ടിലായാലും വീടിൻ്റെ ജനലിൻ്റെ ഫ്രണ്ടിലായാലും എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ അവർ പൂക്കളും ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും.
എനിവേ ഹസ്ബൻഡിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ആ കോമിക് സ്റ്റോറിലേക്ക് വന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും അവിടുന്ന് ഇറങ്ങി. പോകുന്ന വഴിയിൽ ഉള്ള കെട്ടിടങ്ങൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പിങ്ക് കളറിലും ഗ്രീൻ കളറിലും ഒക്കെ ചെറിയ ചെറിയ ക്യൂട്ട് ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ വേറിട്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് ഈ ഐസ്ക്രീമിൻ്റെ ഷോപ്പ്, ഇതിൻ്റെ ആ ഒരു അപ്പിയറൻസ് കണ്ടതുകൊണ്ട് ഞാൻ ആ കടയുടെ അകത്ത് കയറിയതാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഞാനൊരു കാരമൽ ആൻഡ് മാംഗോ ഐസ്ക്രീം ഫ്ലേവറാണ് ഓർഡർ ചെയ്തത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല കസ്റ്റമർ കെയർ സർവീസും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഐസ്ക്രീമിൻ്റെ ഒപ്പം നമുക്ക് എന്തെങ്കിലും ടോപ്പ് അപ്സ് വേണമെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി പിന്നെയും നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. എൻ്റെ ഐസ്ക്രീമിൻ്റെ ടോപ്പിൽ അവർ ജസ്റ്റ് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഡോളറാണ് അവർ പറഞ്ഞത്, അതും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് സ്വീറ്റ്നസ് കൂടുതലായിരുന്നുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. ലണ്ടൻ സ്ട്രീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആർക്കിടെക്ചറും പിന്നെ ഈ ടെലിഫോൺ ബൂത്തുകളൊക്കെ ഞാൻ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്നതാണ്. ഭയങ്കര ഇപ്പം അതൊന്നും ഫങ്ഷണലല്ല, ജസ്റ്റ് ഗ്യാലറീസ് ആയിട്ടോ അല്ലെങ്കിൽ വൈഫൈ സ്പോട്ടൊക്കെ ആയിട്ടാണ് അവരിപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഈ സ്ട്രീറ്റ് ത്രൂ ഔട്ട് മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആയിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലുലു മോള് എന്താ പറയുക, സ്ട്രീറ്റ് വൈസ് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും ആ ഒരു അപ്പിയറൻസ് ആണ്. പോകുന്ന വഴിയിലൊക്കെ വലിയ വലിയ പെയിൻറ്റിങ്സ് ഒക്കെ നമുക്ക് കാണാം. ഒരു കോഫിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഒരു സ്നാക്കൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് ഈ സിറ്റിയുടെ വഴിയോടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാൻ തന്നെ നല്ല രസമാണ്. പലതരത്തിലുള്ള കൾച്ചേഴ്സ്, പലതരത്തിലുള്ള ക്യൂസീൻസ്, റെസ്റ്റോറൻറ്റ്സ്, ക്ലോത്തിങ് ഷോപ്സ് ആയാലും എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. പുറമേ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഭിത്തിയിൽ കുറച്ച് പിക്ചേഴ്സായിട്ട് തോന്നുള്ളൂ. പക്ഷേ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ അതിൽ മൈന്യൂട്ടായിട്ട് ചെറിയ ചെറിയ ഹോൾസ് വെച്ചിട്ടാണ് അവർ ഈ പിക്ചേഴ്സൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിനൊക്കെ എത്ര എഫേർട്ടും എത്ര ബ്രില്യൻസും ഒക്കെ ആയിരിക്കുമല്ലേ ഇതിൻ്റെ പുറകിൽ. ഇവിടുത്തെ സ്ട്രീറ്റുകളിൽ എപ്പോഴും ഒരു സെലിബ്രേഷൻ മൂഡായിരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറേ റിബൺസൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എല്ലാവരും വിത്തൗട്ട് എനി റീസൺ ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതിലിങ്ങനെ ബോർഡിൽ നമ്മുടെ ചോക്കും വെച്ചിട്ട് അവരുടെ ഇന്നത്തെ സ്പെഷ്യൽ മെനു എന്തൊക്കെയാണെന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഡബിൾ ഡെക്കർ ബസ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ലണ്ടനിലെ പല സ്ഥലത്തും നമുക്ക് ബിഗ് ബസ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് സ്പോട്ടുകളൊക്കെ ഇവർ നമ്മൾ കൊണ്ടു നടന്ന് കാണിച്ചു തരും. അത്യാവശ്യം കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് തിരിച്ചു പോകാമെന്ന്. പക്ഷേ എവിടെയോ ഒരു ടണൽ സിസ്റ്റത്തിൽ എന്തോ ഫയർ അലാം എന്തോ ഉള്ളതുകൊണ്ട് അവർ എൻട്രൻസ് അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം കൂടി നമുക്കവിടെ നിൽക്കേണ്ടി വന്നു. ആ സമയത്താണ് ഞാൻ ഈ മ്യൂസീഷ്യനെ കണ്ടത്. എനിക്ക് തോന്നുന്നു ഈ സിറ്റി കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നത് ടുവേർഡ്സ് ഈവനിങ് ടൈമാണ്. അപ്പം നമുക്ക് റോഡ് സൈഡിൽ പല പല ഗ്രൂപ്പ്സുകൾ, ചെറിയ ചെറിയ ഗ്രൂപ്പ്സുകൾ പാട്ടുകളായിട്ടും ഡാൻസുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം വിശന്നപ്പോൾ നമ്മളൊരു കോഫി ഷോപ്പിൽ കയറി ഒരു സ്പാനിഷ് ലാറ്റയും പിന്നെ ഒരു മോക്കയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. UK കൂടുതൽ സമയം വിൻ്റർ ആയതുകൊണ്ടായിരിക്കാം സമ്മർ സീസണിൽ ഓൾമോസ്റ്റ് എല്ലാവരും എപ്പോഴും പുറത്ത് തന്നെയായിരിക്കും. എല്ലാവരും ഒരു കോഫിയൊക്കെ കുടിച്ച് നൈസായിട്ട് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ദ കോഫി ഷോപ്പ് എനിക്കിഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഈ ആർക്കിടെക്ചറും അവരെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ എനിക്കിങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, നമ്മുടെ ടണൽ ട്രെയിനിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇവരിവിടെ പെറ്റ്സിനൊക്കെ ഭയങ്കര അലൗഡാണ്. പക്ഷേ പെറ്റ്സിനെ നമ്മൾ വളർത്തണമെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവും ആണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ നല്ലൊരു ദിവസം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. താങ്ക് യു സോ മച്ച്. വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.